ഹായ് മക്കളെ, സാറ് +2 എക്സാമിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ അതേപോലെ തന്നെ സേ എക്സാം എഴുതേണ്ട ക്ലാസ്സസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒത്തിരി കുട്ടികൾ നമ്മളെ മെസ്സേജ് അയക്കുന്നുണ്ട്. ആൻഡ് അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ആണിത്. നിങ്ങൾ അഥവാ എഴുതുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സ് എഴുതുന്നുണ്ട്, ഉറപ്പായിട്ട് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നിങ്ങൾ എഴുതുകയാണെങ്കിൽ ഇല്ലെങ്കിലും ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ ഒന്ന് കാണുകയും ചെയ്യട്ടോ. ഓക്കെ, അതായത് ഈ +2 എക്സാം റിസൾട്ട് ആകുമ്പോൾ എനിക്കത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. അതായത് ഏകദേശം 4,41,000 കുട്ടികൾ എഴുതിയതിൽ ആകെ 78% കുട്ടികളാണ് പാസ്സായത്. സയൻസും കൊമേഴ്സും ഹ്യൂമാനിറ്റീസും അടക്കാണ് കേട്ടോ പറയുന്നത്. അതായത് 2,94,000 കുട്ടികളും മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പാസ്സായിട്ടുള്ളത്. 4,40,000, ഏകദേശം 1.5 lakh കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, തോറ്റുപോയിട്ടുണ്ട് ഒരു വിഷയത്തിലേക്കെങ്കിലും. ഇത് കൂടാതെയാണ് എന്ത്, എല്ലാ സബ്ജക്റ്റും ജയിച്ചിട്ടുണ്ടാകും, പക്ഷേ ചില സബ്ജക്റ്റുകൾ ഇമ്പ്രൂവ് ചെയ്തണമെന്ന് തീരുമാനിക്കുന്ന ആൾക്കാർ. ചുരുക്കി പറഞ്ഞാൽ +2 ഏകദേശം 2 ലക്ഷം മക്കൾ ഈ ജൂൺ മുതൽ തുടങ്ങുന്ന, ജൂൺ 12-നാന്ന് തോന്നുന്നു അല്ലേ, തുടങ്ങുന്ന പരീക്ഷ എഴുതാൻ പോവാണ്. ഓക്കെ, ആൻഡ് ഇത് എഡ്യൂ പോർട്ടലിൽ തന്നെ ചില ആൾക്കാർ നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം 2 ലക്ഷം കുട്ടികൾ ഏകദേശം എഴുതും. അതിലെന്താണ് അതിൻ്റെ ഒരു 10% നമുക്ക് കിട്ടുക, ഒരു 20,000 കുട്ടികൾ അവരുടെ അടുത്ത് നിന്ന് ഒരു 1,000 രൂപ ഫീസ് വാങ്ങുകയാണെങ്കിൽ എത്ര ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കമൻറ്റ് ചെയ്തട്ടോ. പക്ഷേ എനിക്ക് ഏറ്റവും ഫസ്റ്റ് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് 90% കിട്ടിയില്ല, 95% കിട്ടിയില്ല, ഫുൾ A+ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, കുറച്ചൊക്കെ നിങ്ങൾ പഠിച്ച സ്കൂള്, വീട്ടിലെ പ്രശ്നം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പഴിചാരാൻ പറ്റും. പക്ഷേ +2 നിങ്ങൾ തോറ്റു പോയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതിന് ഒരൊറ്റ റീസൺ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ പഠിക്കാൻ വിചാരിച്ചിട്ടില്ല. പഠിക്കാൻ ജസ്റ്റ് നിങ്ങൾ അവസാനത്തെ ദിവസങ്ങളിലെ ലൈവ് എങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ പാസ്സാവാനുള്ള മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുമായിരുന്നു. ലൈവ് കണ്ട് പാസ്സായ ആൾക്കാർ ജസ്റ്റ് നിങ്ങളൊന്ന് വാലിഡേറ്റ് ചെയ്യണം. അതായത് ഇത് ഞാൻ നിങ്ങൾക്ക് ഫുൾ A+ കിട്ടായിട്ടോ 80% കിട്ടായിട്ടോ ഒന്നല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ തോറ്റു പോയതുകൊണ്ട് 1.5 ലക്ഷം ആൾക്കാരാണ് തോറ്റിട്ടുള്ളത്. അതായത് എന്താ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാവാ അല്ലേ? നിങ്ങൾക്കിപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നില്ല, അതായത് എന്താ സംഭവിച്ചെന്നുള്ളത് അല്ലേ, റിഗ്രറ്റ് ചെയ്യുന്നില്ലേ നിങ്ങൾ? ആൻഡ് ആ പ്രശ്നം മക്കളെ എന്ത് വന്നാലും സോൾവ് ചെയ്യാൻ, അതായത് എനിക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, നിങ്ങളെ കൺട്രോളിൽ ഇല്ലാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ വീട്ടിൽ ഭയങ്കര പ്രശ്നമായിരിക്കും, സ്വന്തമായിട്ട് കിടക്കാനൊരു സ്ഥലം ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ജയിക്കാനുള്ള മാർക്കിങ്ങൾക്ക് തലേന്നെങ്കിലും പഠിച്ചുണ്ടാക്കാൻ പറ്റുന്ന കേസായിരുന്നു അല്ലേ? ആദ്യം നിങ്ങൾ തീരുമാനിക്കേണ്ട, തോറ്റ മുഴുവൻ കുട്ടികളും പറയേണ്ട, സാറേ കഴിഞ്ഞത് കഴിഞ്ഞു, ഞാൻ എന്ത് ചെയ്യാം, ഇനിയുള്ള 1 മാസത്തോളമുള്ള സമയം ഞാൻ എങ്ങനെയെങ്കിലും പഠിച്ചിട്ട് തോറ്റ എല്ലാ വിഷയവും ഞാൻ എഴുതിയെടുക്കും. കാരണം എൻ്റെ 1 വർഷമാണ് ഞാൻ രക്ഷപ്പെടുത്താൻ പോകുന്നത്. ആ 1 വർഷത്തിൻ്റെ വില എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവില്ല കേട്ടോ. അത് നിങ്ങളെങ്ങനെ ഈ ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾ പാസ്സായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങോട്ട് പോകും. നിങ്ങളൊന്നും കൊള്ളാത്തവനായിട്ട് നാട്ടുകാരല്ല കരുതുക, നിങ്ങൾ കരുതും. പിന്നെ നിങ്ങളെ ലൈഫ് എന്താ അത്ര സുഖമായിരിക്കുമല്ലോ. അതുകൊണ്ട് മക്കളെ, കഴിഞ്ഞത് കഴിഞ്ഞു. എന്ത് വന്നാലും എന്ത് ചെയ്യണം, നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് എക്സാം പാസ്സാവണം. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, തോറ്റ ആൾക്കാരാണെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് അല്ല സേ എക്സാം പാസ്സാവണം എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് കമൻറ്റ് ചെയ്യണം. ആൻഡ് അതിനു വേണ്ടി നിങ്ങൾ പഠിക്കാനും തയ്യാറാവണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഡ്യൂ പോർട്ട് നിങ്ങളെ കൂടെ ഉണ്ടാവും. അതായത് നിങ്ങൾ ശരിക്ക് +2 നമ്മളെ കൂടെ വന്ന ആൾക്കാരൊന്നല്ല. 10ാം ക്ലാസ്സിൽ നമ്മൾ ഒരുമിച്ചായിരുന്നു. സയൻസും കൊമേഴ്സും ഹ്യൂമാനിറ്റീസും എന്നുള്ള 3 വഴികളിലേക്ക് നമ്മൾ പിരിയുന്നതിന് മുമ്പ് നമ്മൾ ഒരുമിച്ചായിരുന്നു അല്ലേ? എല്ലാ ക്ലാസ്സുകളും നമ്മൾ ഒരുമിച്ചാണ്ട്. ലൈവുകളിലൊക്കെ 40,000 45,000 കുട്ടികൾ നിങ്ങളുണ്ടായിരുന്നു. ഞാനൊക്കെ ഒരുപാട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് വഴി കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ കുറ്റബോധമുണ്ട്, സങ്കടമുണ്ട്. കാരണം നിങ്ങൾ തോറ്റതിൽ നിങ്ങളെ പങ്കിൻ്റെ ഒപ്പം തന്നെ ഉറപ്പായിട്ട് എന്തുണ്ട്, എനിക്കും പങ്കുണ്ട്, ഞങ്ങൾക്കും പങ്കുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ല, ഒന്ന് പഠിക്കാനൊരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റുമായിരുന്നു. ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് ജനിപ്പിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എഡ്യൂ പോർട്ട് ഇതുവരെ നടത്തിയതിൽ എനിക്ക് വലിയൊരു സന്തോഷം തോന്നില്ല. സത്യമായിട്ടും പറയണം. കാരണം എന്താ, പഠിക്കാനുള്ളൊരു ആഗ്രഹം കൂടെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഞാനൊക്കെ ഇതെന്താ പറയുക, ഈ കയ്യിലും കുത്തി നടക്കുക. ഞങ്ങളുടെ നാട്ടിൽ അതാ പ്രയോഗം ഉണ്ടാവാം. കാരണം എനിക്ക് സത്യത്തിൽ സങ്കടമുണ്ട്. പക്ഷേ ഒരവസരം കൂടി നിങ്ങൾ എനിക്ക് തരണം. നിങ്ങൾ എന്ത് ചെയ്യണം, എന്തായാലും നിങ്ങൾ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിന് വേണ്ടി പഠിക്കണം. നമ്മൾ ജയിക്കും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് ചെയ്യണം, നമുക്ക് ജയിച്ചേ പറ്റുള്ളൂ. ആൻഡ് അതിൻ്റെ കൂടെ എഡ്യൂ പോർട്ട് നിങ്ങളെ കൂടെ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ കണക്കിൻ്റെ ആൻസർ ഒരു പക്ഷേ നിങ്ങളിപ്പോൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക് ആ പൈസ വേണ്ട. ഞങ്ങൾ
ഈ വരുന്ന +2 മക്കൾക്കുള്ള സേ എക്സാമും ഇമ്പ്രൂവ്മെൻ്റ് എക്സാമും 100% ഫ്രീ ആയിക്കൊണ്ട്. എന്താണ്, അതായത് ലൈവ് ക്ലാസ്സുകളെ കുറിച്ചൊന്നും അല്ല കേട്ടോ പറയുന്നത്. ലൈവ് ക്ലാസ്സുകൾക്കൊക്കെ അതിൻ്റേതായ പരിമിതികളുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, റൂമിൽ മനസ്സിലാവുന്നവരെ നോക്കി നോക്കി പഠിച്ചുകൊണ്ട് പോസ് ചെയ്ത് റീവൈൻഡ് ചെയ്ത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ജൂണിൽ നടക്കുന്ന ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിൻ്റെയും സേയുടെയും ക്ലാസ്സസ് 100% ഫ്രീ ആയിട്ട് നമ്മളെ ആപ്പിലുണ്ടാവും. ഞങ്ങൾ പെയ്ഡിന് കൊടുക്കുന്നതിൽ നിന്നും നിങ്ങൾക്ക് ആകെ ഒരൊറ്റ സംഭവം മാത്രമേ മിസ്സിങ് ഉണ്ടാവുള്ളൂ, അത് മെൻറ്റർഷിപ്പ് മാത്രമാണ്. കാരണം മെൻറ്റർഷിപ്പ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കൊടുക്കേണ്ടി വരും. ഓക്കെ, കാര്യം മനസ്സിലായി. അപ്പം അത് ഒഴിച്ച് ബാക്കി മുഴുവൻ കാര്യങ്ങളും എന്താണ്, നിങ്ങൾക്ക് ഇനിയൊരു മെൻറ്റർഷിപ്പിൻ്റെ ഒന്നും ആവശ്യം നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ 1 മാസമേ ഉള്ളൂ, നിങ്ങളുടെ ജീവിതമാണ് ഒക്കെ നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് സ്വയം മോട്ടിവേറ്റഡ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റണം. കാരണം ഒരുപാട് മക്കളിപ്പോൾ കരയുന്നുണ്ടാവും അല്ലേ, വീട്ടുകാരോട് പോലും ചിലപ്പോൾ റിസൾട്ട് പറഞ്ഞിട്ട് എല്ലാം പാസ്സായിട്ടുണ്ട് അച്ഛന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ എന്താണ്, ജൂൺ കഴിയുമ്പോൾ മനസമാധാനത്തോടെ നമുക്ക് പറയാൻ പറ്റണം. ആൻഡ് ജൂണിലും എന്താണ്, അഡ്മിഷൻസ് കഴിഞ്ഞിട്ടുണ്ടാവില്ല കോളേജുകളിലൊക്കെ, നിങ്ങളുടെ റിസൾട്ട് വരും അതിന് മുന്നേ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സോ അതുകൊണ്ട് എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതുവരെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താത്ത ആൾക്കാരാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോവുക, എജ്യൂപോർട്ട് സെർച്ച് ചെയ്യുക, ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, എന്നിട്ട് OTP വരും, OTP എൻ്റർ ചെയ്യുക. ആൻഡ് ഈ സ്ക്രീനിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പേര് കൊടുക്കുക, ബോർഡ് കേരള കൊടുക്കുക. ക്ലാസ് +2 എടുത്തതിന് ശേഷം കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യുമ്പം +2 സയൻസ് സേ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, +2 ഹ്യൂമാനിറ്റീസ് ഉണ്ട്, +2 കൊമേഴ്സ് ഉണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, സയൻസിലെയും കൊമേഴ്സിലെയും ഹ്യൂമാനിറ്റീസിലെയും വിദ്യാർത്ഥികൾക്ക് ഇത് ടോട്ടലി ഫ്രീ ആണ്. കാരണം ഞങ്ങളാക്കിയത് നിങ്ങളാണ്. അതെനിക്ക് 100% നെഞ്ചിക്കൈ വെച്ച് പറയാൻ പറ്റും. നിങ്ങളന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എജ്യൂപോർട്ട് ഉണ്ടാവില്ലായിരുന്നു SSLCക്ക്. ഓക്കെ, അപ്പം 3 ആൾക്കാർക്കും നിങ്ങളിത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ്സസ് കാണാം. ഒരു ഷെഡ്യൂൾ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയം, ഇഷ്ടപ്പെട്ട നിങ്ങൾ ഏതൊക്കെയാണോ സേ എഴുതാൻ പോകുന്നത് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് അതെടുക്കുക. 1ാമത്തെ ചാപ്റ്റർ മുതൽ പഠിക്കുക. ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പ്രാക്ടീസ് ചെയ്യാൻ, എല്ലാം ചെയ്യാം. ഇനി ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതാണെങ്കിൽ OTP എടുത്ത ഈ സ്ക്രീന് കാണൂല, ഡയറക്റ്റ് നിങ്ങൾ നമ്മൾ ആപ്പിലേക്കാണ് പോവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഇവിടെയുള്ള കോഴ്സ് എന്ത് ചെയ്യുക, ഈ കോഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറ്റാൻ പറ്റും. അവിടെ നിങ്ങൾ വീണ്ടും +2 ചൂസ് ചെയ്യുക, വീണ്ടും +2 ചൂസ് ചെയ്യുക. ആൻഡ് +2 ചൂസ് ചെയ്തിട്ട് എന്താ, സയൻസ് സേ ആവാം, ഹ്യൂമാനിറ്റീസ് സേ ആവാം, ഓർ കൊമേഴ്സ് സേ ആവാം. അതിൽ ക്ലാസ്സസ് ഉണ്ടാവും. ഏറ്റവും മികച്ച ക്ലാസ്സസ് ആണ്. നിങ്ങൾ പാസ്സാവാൻ വേണ്ടി ആയിരിക്കരുത് പഠിക്കേണ്ടത്. ആ ക്ലാസ്സസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 90% കിട്ടാനും വലിയ പ്രയാസം ഉണ്ടാവില്ല. നിങ്ങൾ കാണേണ്ട പോലെ കണ്ടാൽ മതി. ദാറ്റ്സ് ഇറ്റ്. മാക്സിമം എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടെ കേട്ടോ, ഞങ്ങളിങ്ങനെ എന്ത് ഫ്രീ കൊടുക്കുമ്പോഴും പല ആൾക്കാരും ഇതിൻ്റെ പുറകിലെ ബിസിനസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഉറപ്പായിട്ടും ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും ബിസിനസ് ഉണ്ടാവുമെന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പുതിയ ബിസിനസ് ഐഡിയാസ് എന്നുള്ളത്. ശരി, ബൈ.